Hi everyone, welcome back. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെലീനിയം വെബ് ഡ്രൈവർ 4.6 വേർഷൻ ലോഞ്ച് ആയപ്പോൾ വന്ന വലിയൊരു ചേഞ്ച് ആണ്. അപ്പൊ ഇതുവരെ നമുക്ക് ക്രോം ഡ്രൈവറോ ഫയർഫോക്സ് ഡ്രൈവറോ എന്തെങ്കിലും ലോഞ്ച് ചെയ്യണം എന്നാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ System.setProperty ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അതിൽ നമുക്ക് അതിന്റെ കീ ഉണ്ടാവും, ഏത് ഡ്രൈവർ ആണോ ലോഞ്ച് ചെയ്യേണ്ട അതിന്റെ ഒരു കീ കൊടുക്കണം. പിന്നെ exe ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അതിന്റെ ഡൗൺലോഡ് പാത്തും കൊടുക്കണം അല്ലെ. ഇനി മാവൻ പ്രോജക്റ്റ് ആണെങ്കിലോ വെബ് ഡ്രൈവർ മാനേജർ എന്ന് പറഞ്ഞൊരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്തിട്ട് അതിൽ വെബ് ഡ്രൈവർ മാനേജർ ഡോട്ട് ക്രോം ഡ്രൈവറോ ഫയർഫോക്സ് ഡ്രൈവറോ ഏതാന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യണമായിരുന്നു. ഓക്കെ, പക്ഷെ സെലീനിയം 4.6 വന്ന ചേഞ്ച് എന്താന്ന് വെച്ചാൽ ഇത് രണ്ടിന്റെ ആവശ്യം ഇനി തൊട്ടില്ല. ഓക്കെ, നമുക്ക് സെലീനിയം മാനേജർ തന്നെ ഡ്രൈവർ ബൈൻഡിങ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ രണ്ട് സംഭവങ്ങൾ വേണ്ട. System.setPropertyയും വേണ്ട, വെബ് ഡ്രൈവർ മാനേജറും വേണ്ട. നമ്മുടെ വെബ് ഡ്രൈവർ ഇസ് ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ എന്നുള്ള ആ ഒരു കമാൻഡ് തന്നെ ഏത് ബ്രൗസറിനെയാണ് ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്. ഇവിടെ ക്രോം ആണ് കൊടുത്തതെങ്കിൽ ക്രോം, അല്ല ഞാനിപ്പോ എഡ്ജ് ആണ് കൊടുക്കുന്നെങ്കിൽ എഡ്ജ്, ഏത് ബ്രൗസറിനെയാണോ എനിക്ക് ലോഡ് ചെയ്യേണ്ടത് അതിനെ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡ്രൈവർ എക്സിക്യൂട്ടബിൾ എടുത്ത് ഓട്ടോമാറ്റിക്കലി അത് ലോഡ് ചെയ്തോളും. അപ്പൊ വലിയൊരു തലവേന ഒഴിഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മള് System.setProperty ആണെങ്കിൽ ഇത് വേർഷൻ ചേഞ്ച് ആവുന്ന അനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ക്രോമിന്റെയോ ഫയർഫോക്സിന്റെ ഒക്കെ വേർഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മൾ അതൊക്കെ മാറ്റണമായിരുന്നു അല്ലെ. ഡിലീറ്റ് ചെയ്ത് അടുത്ത വേർഷൻ ആഡ് ചെയ്യണമായിരുന്നു അല്ലെ. അപ്പൊ ആ വക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടി. ഇനി ഡയറക്റ്റ് അങ്ങ് ഓട്ടോമേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വേർഷൻ അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും, ജാവ ആയാലും കൊള്ളാം, .NET പൈത്തൺ, റൂബി ഏതാണെങ്കിലും ഈ ചേഞ്ച് അവൈലബിൾ ആണ്. ഈ സെലീനിയം മാനേജർ ഇംപ്ലിമെന്റേഷൻ അതിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ രണ്ട് പ്രോജക്റ്റുകൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ ജാവ പ്രോജക്റ്റ് ആണ്. ഓക്കെ, ജാവ പ്രോജക്റ്റിൽ എങ്ങനെയാണ് ഈ ചേഞ്ച് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്നിട്ട് മാവൻ പ്രോജക്റ്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഒരു ജാവ പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഫറൻസ് ലൈബ്രറി എന്നുള്ള സെക്ഷനിലായിരിക്കും നമ്മുടെ സെലീനിയത്തിന്റെ ജാർ ഫയൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതെങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ലാസ്റ്റ് വീഡിയോ അല്ല, അതിന് കുറച്ച് മുന്നേ ചെയ്ത ഏറ്റവും ഫസ്റ്റിൽ ചെയ്ത കുറച്ച് വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് അറിയില്ലെങ്കിൽ അത് പോയി നോക്കാം. ഇതിപ്പോ റിമൂവ് ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ റെഫറൻസ് ലൈബ്രറിയിൽ ആയിരിക്കും നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം സെലീനിയം സെർവർ 4.4 വേർഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കിടക്കുന്നത്. അപ്പൊ ഇത് അപ്ഗ്രേഡ് ചെയ്ത് എനിക്ക് 4.6 ആക്കണം. ഓക്കെ, അപ്പോ അതിനായിട്ട് ഇവിടെ നമ്മുടെ പ്രോജക്റ്റില് ജാവ പ്രോജക്റ്റില് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പ്രോപ്പർട്ടീസിൽ പോവാം, ജാവ ബിൽഡ് പാത്ത് എടുക്കുക. എന്റെ ഓൾറെഡി ജാവ ബിൽഡ് പാത്തിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ റിസോഴ്സസിലോ ബിൽഡേഴ്സിലോ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ അത് ജാവ ബിൽഡ് പാത്തിൽ വന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെയും കുറെ ടാബുകൾ ഉണ്ട്. അതിൽ ലൈബ്രറീസ് എന്നുള്ള ടാബിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ക്ലാസ് പാത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സെലീനിയത്തിന്റെ 4.4 വേർഷനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യണം, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ 4.6 ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്, റിമൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കിനി അടുത്ത വേർഷൻ അതായത് 4.6 വേർഷൻ ആണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ബ്രൗസർ എടുക്കാം, സെലീനിയം ജാർ ഫയൽ ജാർ ഡൗൺലോഡ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഡൗൺലോഡ് ഈ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ പോവുക. അത് സെലീനിയത്തിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന 4.6 തന്നെയാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, വൺസ് ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എങ്ങനെയാണ് 4.6 ആഡ് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് 4.4 ആഡ് ചെയ്തത് അതുപോലെ തന്നെ ഈ വേർഷന് പുതിയ വേർഷന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ക്ലാസ് പാത്തിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ക്ലാസ് പാത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എക്സ്റ്റേണൽ ജാർസ്, എക്സ്റ്റേണലി നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണല്ലോ. അപ്പൊ ആഡ് എക്സ്റ്റേണൽ ജാർസിൽ പോവാം, എന്നിട്ട് ഡൗൺലോഡ്സിലേക്ക് പോവാം. ഇവിടെ കണ്ടോ സെലീനിയത്തിന്റെ 4.6 വേർഷൻ ഇവിടെ ഡൗൺലോഡ് ആയി. അപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതിവിടെ ആഡ് ആയി. അപ്ലൈ ആൻഡ് ക്ലോസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സെലീനിയം 4.6 വേർഷൻ ആണ് ഇപ്പൊ എന്റെ റെഫറൻസ് ലൈബ്രറി കിടക്കുന്നത്. അത് ലേറ്റസ്റ്റ് വേർഷൻ ആണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ പാക്കേജിന്റെ ഉള്ളിൽ ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ എക്സിസ്റ്റിംഗ് ക്ലാസ് എടുത്താലും മതി, എന്നിട്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. ഞാനിപ്പോ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ.
സെലീനിയം മാനേജർ എന്ന് ഞാൻ കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ സെലീനിയം മാനേജർ എന്ന് കൊടുത്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഞാൻ എടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ System.setProperty എന്നും പറഞ്ഞ് നമ്മൾ ഏറ്റവും ടോപ്പിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു കോഡില്ലേ, അതിന്റെ ആവശ്യം ഇനി ഇല്ല. ജാവ പ്രൊജക്ടുകളാണല്ലോ കൂടുതലും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം ഇതിലില്ല. അതിന് പകരം ഡയറക്റ്റ് നമ്മൾ രണ്ടാമത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കോഡുണ്ട്, ഡ്രൈവർ ഇസ് ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ എന്നുള്ളത്. അതാണ് ഇനി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി സുഖമായി അല്ലെ. ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ ബാക്കി പ്രോസസ് എല്ലാം നമ്മൾ ഇവിടെ കേഴ്സർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. വെബ് ഡ്രൈവറിന് ഇമ്പോർട്ട് ചെയ്യാം, ക്രോം ഡ്രൈവറിന് ഇമ്പോർട്ട് ചെയ്യാം. അതെല്ലാം അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ, അതെല്ലാം സിമിലർ ആണ്. ദെൻ ഡ്രൈവർ ഡോട്ട്, ഞാൻ ഇവിടെ ഡ്രൈവർ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഗൂഗിളിനെ ലോഡ് ചെയ്ത് നോക്കാം. സോറി, www.google.com. ഓക്കെ, സേവ് ചെയ്യാം. ഈ പ്രോജക്റ്റ് ഞാൻ സേവ് ചെയ്തു, ക്ലാസ് ഞാൻ സേവ് ചെയ്തു. ഇനി റൺ ചെയ്യാൻ പോവാണ്. റൺ ആസ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ജാവ പ്രോജക്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ നമുക്ക് എന്ത് സിമ്പിളായിന്ന്. ഇനി exe ഫയലിന്റെ വേർഷൻ നോക്കണ്ട, നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ക്രോം ഡ്രൈവറിന്റെ വേർഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് മാറിപ്പോയി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത ആ exe ഫയൽ മാറ്റേണ്ട കാര്യമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ്ലി ഇത് ലോഡായി. ഇപ്പൊ ക്രോമിലാണ് ഞാൻ ലോഡ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇത് ക്രോമിലല്ല എഡ്ജിൽ ലോഡ് ചെയ്യണമെന്നാണെങ്കിൽ ഇത് മാറ്റിയിട്ട് വെബ് ഡ്രൈവർ ഈ സൈഡ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ വെക്കുക. എഡ്ജ് ഡ്രൈവർ കൊടുക്കുക, ക്രോം ഡ്രൈവറിന് പകരം എഡ്ജ് ഡ്രൈവർ കൊടുക്കുക. അപ്പൊ ഏത് പുതിയ ഡ്രൈവർ കൊടുത്താലും ഇമ്പോർട്ട് ചെയ്യണം. എന്നാലും ആ ഒരു എറർ കാണിക്കുന്ന ഇമ്പോർട്ട് ചെയ്യാത്ത എററാണ്. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, അത് ഇമ്പോർട്ടഡ് ആയിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ടായി. ദെൻ സേവ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ നെക്സ്റ്റ് ഇനി എഡ്ജിന്റെ ഡ്രൈവർ ലോഡായിട്ട് കേട്ടോ, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് അത് ലോഡായിട്ട് അതിൽ ഗൂഗിൾ വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് വേണോ അതനുസരിച്ച് നമ്മുടെ ഡ്രൈവർ മാറ്റി കൊടുക്കുക. പിന്നെ മാക്കിൽ ലോഡാവും നമ്മുടെ സഫാരി, അതൊക്കെ ഒന്നും നമ്മുടെ വിൻഡോസ് മെഷീൻ ലോഡാവില്ല. ഞാനിപ്പോ വിൻഡോസ് മെഷീനാണ് യൂസ് ചെയ്തത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മാത്രം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ബാക്കി എല്ലാം സെയിം ആണ്. ഇനി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് പുതിയ എലമെന്റ് കണ്ടുപിടിക്കാം, അതിനകത്ത് എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത് അത് ചെയ്യാം. ആ ഓട്ടോമേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ജാവ പ്രോജക്റ്റിൽ നമ്മൾ സെലീനിയത്തിന്റെ ജാർ ഫയൽ മാറ്റി ഇത് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ജാവ പ്രോജക്റ്റ് മിനിമൈസ് ചെയ്യാം. ഓക്കെ, അത് മിനിമൈസ് ചെയ്തു കേട്ടോ ഞാൻ. ഇനി അടുത്തത് മാവൻ പ്രോജക്റ്റ് ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്, ഇത് മാവൻ പ്രോജക്റ്റിന്റെ കേസാണ് ഞാൻ പറയുന്നത്. മാവൻ പ്രോജക്റ്റിൽ നമ്മൾ form.xml ഫയലാണ് നമുക്കുള്ളത് അല്ലെ. ഇവിടെ നമുക്ക് റെഫറൻസ് ലൈബ്രറിയിലൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം കൊടുക്കുന്നത് ഡിപ്പെൻഡൻസീസ് ആയിട്ടാണ്. മാവൻ പ്രോജക്റ്റ് ആണെങ്കിൽ എപ്പോഴും ഡിപ്പെൻഡൻസീസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം സെലീനിയം ജാവ വേർഷൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 4.3 ആണ്. ഓക്കെ, അതുകൂടാതെ ഞാൻ നമ്മുടെ ഡ്രൈവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ക്രോം ഡ്രൈവറും ഫയർഫോക്സ് ഡ്രൈവർ ഏതാണ് എനിക്ക് ആവശ്യമുള്ള ബ്രൗസർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെബ് ഡ്രൈവർ മാനേജർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് ആ ഒരു ഡിപ്പെൻഡൻസിയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങളത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാവൻ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 4.3 മാറ്റി 4.6 ആക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ഗ്രീൻ കളർ ബിൽഡിംഗ് ഒക്കെ കാണിക്കുന്ന ഒരു ഗ്രീൻ ഒരു ബാർ കാണും. വൺസ് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാവൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. മാവൻ പ്രോജക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാവൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുള്ളൂ, മറ്റേ പ്രോജക്റ്റിൽ അത് കാണില്ല. മാവൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അതില് അപ്ഡേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ ഇവിടെ പ്രോജക്റ്റ് അപ്ഡേറ്റ് ആവും. കണ്ടോ, ഈ ഒരു ഗ്രീൻ ബാറാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പ്രോജക്റ്റ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ സ്പേസ് ഒക്കെ ഒന്ന് കളഞ്ഞോട്ടെ. അപ്പൊ ഇത് കളയാനായിട്ട് നിങ്ങൾ Ctrl+A അടിച്ചിട്ട് Ctrl+Shift+F അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോ ഫോർമാറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്നുകൂടി സേവ് ചെയ്യാണ്. ഒന്നുമില്ല, ജസ്റ്റ് ആ ഫോർമാറ്റും ഒരു അലൈൻമെന്റ് മാറിയത് മാത്രമേ സേവ് ചെയ്യാനുള്ളൂ. ഇനി സെയിം തന്നെ നമുക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല. ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ സെലീനിയം രണ്ട് പ്രോജക്റ്റ് ആണല്ലോ, അപ്പൊ ഞാൻ ഒരേ പേര് കൊടുത്താലും വിഷയമൊന്നുമില്ല. അങ്ങനെ തന്നെ പേര് കൊടുത്തു ഞാൻ. എന്നിട്ട് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ വെച്ചിട്ട് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതേ സംഭവങ്ങൾ തന്നെ, അതായത് കഴിഞ്ഞ പ്രോജക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്ത് അത് തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം.
അപ്പൊ ഞാനതൊന്ന് കോപ്പി എടുക്കുകയാണ്. സെലീനിയം മാനേജറിൻ്റെ അകത്തുനിന്ന് ഇത് കോപ്പി എടുത്തു. ഓക്കെ, ക്ലോസ് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ ജാവ പ്രോജക്റ്റിൻ്റെത്, സോറി മാവൻ പ്രോജക്റ്റിൻ്റെത്. അതിൽ കൊണ്ടൊന്ന് സേവ് ചെയ്തു. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഈ നമ്മുടെ മാവൻ പ്രോജക്റ്റിലെ സെലീനിയം മാനേജറിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് പുതിയ നമ്മുടെ മാവന്റെ ആണ് കേട്ടോ ഈ സെലീനിയം മാനേജർ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവോ? ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഫയൽ നെയിം മാറ്റി കൊടുക്കാം. ഇപ്പൊ ഇത് എഡ്ജിലാണ്, എഡ്ജ് ഇത് ഓപ്പൺ ആയി, ഗൂഗിൾ ലോഡായി. ഓക്കെ, ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒരേ പേര് കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട. ഞാൻ വേണമെങ്കിൽ ഇത് റീനെയിം ചെയ്ത് മാനേജർ മാവൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. ചുമ്മാ പേര് മാറ്റിയതിന്റെയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, അതിപ്പോ സെലീനിയം മാനേജർ മാവൻ എന്നതിന്റെ പേര്. ഇനി എഡ്ജ് ഡ്രൈവർ മാറ്റി ഞാൻ ഇവിടെ ഫയർഫോക്സ് ഡ്രൈവർ കൊടുത്തിട്ടൊന്ന് ഓടിച്ചു നോക്കാം. ഫയർഫോക്സ് ഡ്രൈവർ ഇമ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇമ്പോർട്ട് ചെയ്യുക, സേവ് ചെയ്യുക, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വെബ് ഡ്രൈവർ മാനേജർ എന്നുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, വെബ് ഡ്രൈവർ മാനേജർ ഡോട്ട് ക്രോം ഡ്രൈവർ ഡോട്ട് സെറ്റപ്പ് എന്നായിരുന്നു നമ്മൾ യൂഷ്വലി കൊടുക്കാറ് ക്രോം ഡ്രൈവർ ലോഡ് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ വെബ് ഡ്രൈവർ മാനേജർ ഡോട്ട് ഫയർഫോക്സ് ഡ്രൈവർ ഡോട്ട് സെറ്റപ്പ് എന്നായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഡയറക്റ്റ് ഏത് ബ്രൗസർ വേണോ അത് കൊടുക്കാം. അത് ആ ഡ്രൈവർ വേരിയബിളിലേക്ക് തന്നെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. സോറി, ഡ്രൈവർ വേരിയബിളിലേക്ക് തന്നെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് വലിയൊരു ചേഞ്ച് 4.6 വന്നത്. അപ്പൊ ഹാഫ് എഫേർട്ട് നമ്മുടെ കുറഞ്ഞു അല്ലെ. അപ്പൊ ഈസി ആയിട്ട് ഇനി നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.